പത്രമാധ്യമ സുഹൃത്തുക്കൾക്കും വിനീതമായ നമസ്കാരം. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്ന വാക്കിന് ഏറ്റവും അനർത്ഥമായ ഒരു മോർണിംഗ് തന്നെയാണിത്. വെരി വെരി ഗുഡ് മോർണിംഗ് ആണ് എനിക്ക് ഇന്നത്തെ ദിവസം. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷകരമായ ഒരു നിമിഷമാണിത്. 7ാമത്തെ വയസ്സിൽ ഇങ്ങനെ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ ചെന്നൈയിൽ നിന്ന് വരുമ്പോൾ ഒരിക്കലും ഞാൻ ഇങ്ങനെ ഒരു കാര്യമൊന്നും ചിന്തിച്ചിട്ടില്ലായിരുന്നു. വളരെ നന്നായിട്ട് പഠിപ്പിക്കുക, നല്ലൊരു ജോലിയൊക്കെ കിട്ടി, നല്ലൊരു പയ്യനെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് സന്തോഷമായിട്ട് പറഞ്ഞേക്കുക, ഇത് മാത്രമായിരുന്നു എൻ്റെ ലക്ഷ്യം. അതെല്ലാം അവളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഞാൻ ജീവിച്ചു എന്നുള്ളതാണ്. എൻ്റെ കരിയറൊക്കെ ഒരുപാട് ഗ്യാപ്സ് വന്നതിൻ്റെ പ്രധാന കാരണം എൻ്റെ മോളെ അതുപോലെ പുന്നാരിച്ച് നോക്കിക്കൊണ്ടാണ്. അങ്ങനെ ഇവിടെ ചിന്മയ സ്കൂളിൽ ചേർത്തു ആദ്യം. അതിനുശേഷം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചോയ്സ് സ്കൂളിൽ ചേർത്തു. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഞാൻ വീട് വാങ്ങി സ്കൂളിൽ പോകാനുള്ള എളുപ്പത്തിന്. അതിനുശേഷം എന്നോട് ആദ്യം പറഞ്ഞൊരു ആഗ്രഹം, അച്ഛൻ എനിക്ക് ബാംഗ്ലൂരിൽ +2 കഴിഞ്ഞ് പറഞ്ഞു ബാംഗ്ലൂരിൽ എനിക്ക് ക്രൈസ്റ്റ് കോളേജിൽ പഠിക്കണം. അതൊരു ആദ്യത്തെ ആഗ്രഹം പറഞ്ഞതാണ്. അപ്പം ഞാൻ പറഞ്ഞു ബാംഗ്ലൂരൊക്കെ വേണോ, നമുക്ക് പറ്റുന്നൊരു സ്ഥലമാണോ? ഇല്ല വെച്ചാൽ ഞാൻ എൻ്റെ കാര്യങ്ങൾ നോക്കിക്കോളാം, ധൈര്യമായിട്ടിരുന്നോളാം. അങ്ങനെ ബാംഗ്ലൂർ ക്രൈസ്റ്റ് കോളേജ് കഴിഞ്ഞപ്പം പറഞ്ഞു എനിക്ക് ഇവിടെ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണം. അപ്പം ഞാനടുത്ത് പോയി രക്ഷപ്പെട്ടു, ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇതാകുമെന്ന് വെച്ചു. അങ്ങനെ ബൈജൂസ് ആപ്പ് എന്ന് പറയുന്ന അന്നത്തെ ഒരു പ്രബലമായ കമ്പനിയിൽ ഞാൻ അതിൻ്റെ ഒരു ഒഫീഷ്യൽ ഒരാളെ വിളിച്ച് ജോലി വാങ്ങിച്ചു. അങ്ങനെ ജോലി വാങ്ങിച്ചു കൊടുത്തു. അങ്ങനെ കുറേ കാലം ബൈജൂസ് ആപ്പിൽ വർക്ക് ചെയ്തു. അതിനുശേഷം അവളുടെ സ്വന്തം ഇഷ്ടപ്രകാരം വേറെ 1-2 കമ്പനിയിലും ജോലി ചെയ്തു. അപ്പോഴൊക്കെ എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു, സിനിമയിലേക്ക് വരുമോ. കാരണം ഞാൻ എൻ്റെ കാര്യങ്ങൾക്ക് ഞാൻ ഒട്ടും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരു ആക്ടറാണ്. മലയാളത്തിൽ ഇത്രയും സെൽഫ് മാർക്കറ്റിംഗ് ഇല്ലാത്തൊരാൾ ഞാൻ മാത്രമേ കാണുള്ളൂ.